ഞാൻ സതീഷ്. നല്ല ജോലി, കുടുംബം, സന്തോഷം. പക്ഷേ ഇതുമാത്രമല്ല ഞാൻ. കുഴൽപ്പണം, റിയൽ എസ്റ്റേറ്റ്, ഈ നാട്ടിലെ സകല ക്രൈമിൻ്റെയും പിന്നിൽ എൻ്റെയും കൈയുണ്ട്. എന്നെ സ്നേഹിച്ച വീടിനെയും ഈ നാടിനെയും ഞാൻ ചതിക്കുകയായിരുന്നു. എനിക്കതിൽ കുറ്റബോധമുണ്ട്. ഞാൻ മരിക്കേണ്ടവനാണ്. എൻ്റെ മരണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ്. എനിക്ക് മാത്രം. എൻ്റെ സ്വന്തം. கண் ஏதாவது என் பக்கம் திரும்பிச்சுன்னா நான் உன்னை சுட்டுருவேன். സഹിച്ചേട്ടാ, 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 തുറന്നേ, വാതില് തുറന്നേ. ആഹാ, നിങ്ങളെല്ലാരും കൂടെ എന്ത് ചെയ്യായിരുന്നടാ ഇതിനകത്ത്? ഞാനിവരെ അളിയനൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാ. വല്ല ലോൺ വല്ലതും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ടേ. ഹായ് ചേച്ചി. ഹായ്. നമസ്കാരം ഭാബി. സതീഷേട്ടൻ എപ്പോ എത്തി? ബാങ്കിൽ പോണില്ലേ ഇന്ന്? ഞാൻ അച്ഛൻ്റെ കൂടെ ഒന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോയതാ. പെട്ടെന്ന് റെഡി ആയിക്കോ, ഞാൻ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം. Yes? ഇർഫാൻ അഹമ്മദ്. ಯಾರು ನೀವು? I want to meet Mr. Irfan Ahmed, please. സി മിസ്റ്റർ, നിങ്ങൾ പറയുന്ന പോലെ അവരെ അങ്ങനെ അറസ്റ്റ് ചെയ്യാനൊന്നും കഴിയില്ല. നോ എവിഡൻസ്, തെളിവില്ല. നോട്ട് ഇവൻ എ ക്ലൂ. ഇവരുടെ നേതാവ് റാണ പോലീസ് റെക്കോർഡ്സിൽ പലതവണ മരിച്ചു കഴിഞ്ഞു. പക്ഷേ ഒരു റാണ മരിക്കുമ്പോൾ മറ്റൊരു റാണ ആ സ്ഥാനം ഏറ്റെടുക്കുന്നു. हमारा पास उसका एक स्केच भी नहीं है. We have only assumptions. സിർഫ് assumptions. തെളിവില്ലാതെ എനിക്ക് അവരെ തൊടാൻ പോലും പറ്റില്ല. But I'm sure they are criminals and I'll get them one day. പിന്നെ നിങ്ങളുടെ ഡീൽ വെറും ഒരു സാധാരണ ഡീലല്ലേ? അവര് പറയുന്നത് പോലെ ഇതിന് ജലറ്റിൻ കമ്പനിയായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ, അല്ലേ സതീഷ്? നോ സർ, ബട്ട് ഈ ഡീലിൽ നിന്ന് പിന്മാറാൻ അവരെന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ. അവരെല്ലാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് മറ്റെന്തിനു വേണ്ടിയാണ്? They have some hidden target. Yes sir, but See സതീഷ്, അവരുടെ ഓപ്പറേഷൻസ് അവരുടേതായ ചില പാറ്റേൺസ് ഉണ്ട്. A typical modus operandi. മ്യൂസിക് പെർഫോമൻസ് ഇല്ലാതെ അവർ ഇതുവരെ ഒരു അറ്റംപ്റ്റും നടത്തിയിട്ടില്ല. So you can proceed with your dealings. Nothing will happen.